Hello friends, welcome back to my channel SIRI and Live. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും കാത്തിരുന്നിരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഞാനിതിൽ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, പിന്നെ ഓവൺ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഓവണോ അത് ബീറ്ററോ അല്ലെങ്കിൽ എഗ്ഗ് ഇല്ലാണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ്, ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എഗ്ഗ് ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കൊക്കെ കിട്ടുക, എന്നാലും എഗ്ഗിൻ്റെ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഞാനടക്കം ഞെട്ടിപ്പോയി, കാരണം ഞാൻ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് എഗ്ഗ് ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തപ്പോൾ നല്ലൊരു 100% സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽക്കായാലും അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായാലും അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ബാക്കി പ്രൊസീജിയർ പോകും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കിട്ടും. അതിൽ മേലെ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് പോവാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ബൗളിൽ 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 1.5 കപ്പ് മൈദയിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി അതിലേക്ക് ആ സെയിം മെഷർമെൻറ്റിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിനൊക്കെ കിട്ടുന്ന ഒരു പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളുപ്പ്, ആ ഒരു ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ വയർ വിസ്കോ അങ്ങനെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വല്ല സ്പൂണോ സ്പാച്ചുലയോ അങ്ങനെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് സീവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനത് ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ്ലി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ്. ഞാൻ നേരത്തെ റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുത്ത് വെച്ചിരുന്ന തൈരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എഗ്ഗിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തൈര് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് കട്ടി ഒക്കെ ഒന്ന് പോണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പിലാണ് മെഷർമെൻറ്റ് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൗഡർ ആയിട്ടുള്ള ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ വേഗം മിക്സായി കിട്ടുകയും ചെയ്യും. നമുക്ക് അത്ര കുറവ് മിക്സ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് അങ്ങനെ ആഡ് ചെയ്തു, ഞാൻ പൗഡറൊന്നും ആക്കിയില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ സമയം ഇത് മിക്സ് ചെയ്യേണ്ടി വന്നു. ഏകദേശം ഒരു 15 മിനിറ്റോളം ഇത് ഫുൾ അലിയാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് ഇരിക്കുമ്പോഴേ തന്നെ ഒഴിക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്താ പറയുക, പിരിഞ്ഞ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത് വേഗം നമുക്ക് മിക്സായിട്ട് കിട്ടും. ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് 1/4 കപ്പ് പാൽ കൂടെ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ തിളപ്പിച്ചാറി വെച്ച പാലാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് 2 ബാച്ചായിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അതെല്ലാം യോജിച്ചതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം തീരെ ലംഫൊന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ കേക്ക് തീരെ റൈസ് ആവില്ല. ഭയങ്കര കട്ടിപ്പായിട്ട് താഴെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ തീരെ കട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ബട്ടർസ്കോച്ചിൻ്റെ എസെൻസ് ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ സ്ക്വാഷ് കിട്ടും. അപ്പോൾ അത് ചിലർ ആഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാനിവിടെ എസെൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 7-8 ഡ്രോപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് നോർമൽ വാനില സ്പഞ്ചിൽ ഈ ഒരു ബട്ടർസ്കോച്ചിൻ്റെ എസെൻസ് ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടാനായിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അപ്പം ഞാനിതാ 7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിൻ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട്. അപ്പം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് കേക്കിന് ബേക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ചെമ്പെടുത്തിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനൊരു വാളയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ബാറ്ററിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് സ്റ്റൗ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു 45-55 മിനിറ്റ്സ് നല്ല ലോ ഫ്ലെയിമിലിരുന്ന് ബേക്ക് ആവുക. അതിന് ശേഷം അപ്പോഴേക്കും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. പിന്നെ ജസ്റ്റ് ആ ഒരു നടുക്ക് പൊന്തി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒരു ഇത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് ബേക്ക് ആകുമ്പോഴേക്കും നമുക്ക് ബട്ടർസ്കോച്ചിൻ്റെ സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ. അതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിലും സാരമില്ല. നമുക്കിതൊന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 കപ്പ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റൂം ടെമ്പറേച്ചറിലിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം അലിയാനും സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ കോൾഡ് ആയിട്ടുള്ള ബട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സോസ് റെഡി ആയിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഞാനിവിടെ ഫ്രഷ് ക്രീം അല്ല യൂസ് ചെയ്യുന്നത്. എല്ലാവരും ഒരു റിയൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ബട്ടർസ്കോച്ചിന് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുക. പക്ഷെ ഞാനിവിടെ പാലാണ് യൂസ് ചെയ്യുന്നത്. പാൽ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു പിരിയണ പോലെ തോന്നും, പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്താലും ആ ഒരു ഇഷ്യൂ നമുക്ക് പിന്നെ കാണില്ല. നമുക്കിപ്പോൾ കാണുമ്പോൾ നല്ല ലൂസായിട്ട് തോന്നും, പക്ഷെ ഇത് ചൂടാറുമ്പോൾ നല്ലതായിട്ടുള്ള തിക്ക് കൺസിസ്റ്റൻസി തന്നെ ആവും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് അരിച്ച് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ബട്ടർസ്കോച്ചിൻ്റെ പ്രലൈൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രലൈൻ റെഡിയാക്കുമ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്യാണ്ടത് എങ്ങനെയാണ് മെൽറ്റ് ആവുമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ ബട്ടർസ്കോച്ച് സോസിന് ഷുഗർ മെൽറ്റ് ചെയ്തപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രലൈൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. 2 മെത്തേഡിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ 2 മെത്തേഡിലും കാണിച്ചത്. കണ്ടില്ല, നമ്മൾ ആ ഒരു സൈഡിൽ വേഗം മെൽറ്റായി വരുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു സൈഡിലാണ് കേക്ക് ബേക്ക് ആവുന്നത്. ആ ഒരു ചൂടും കൂടെ തട്ടിയിട്ടാണ് ആ സൈഡ് വേഗം മെൽറ്റായി വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റാവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ കേക്ക് ബേക്ക് ആവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 55 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ല, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റ് ആയിരിക്കും കേക്ക്. അപ്പോൾ ഞാൻ എന്താ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ബേക്ക് ആയോ നോക്കുകയാണ്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫിനിഷ് ആയിട്ടുള്ള ടൂത്ത് പിക്ക് തന്നെ നമുക്ക് കിട്ടി. ബാറ്റർ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ കേക്ക് ഫുള്ളി ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പകുതിയായിട്ടൊന്ന് അടച്ചു വെക്കാം. കാരണം ഇനി വയർപ്പാകുമ്പോൾ വീഴണ്ട. അപ്പോൾ ഇതാ അപ്പോഴേക്കും നമ്മൾ ഷുഗർ ഫുള്ള് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചർ ബട്ടറാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം
പൊടിച്ച ആൽമണ്ട്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഓയിൽ തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലായിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം. ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നട്ട്സൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതൊരു ബട്ടർ പേപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ല ചൂട്ടോടെ തന്നെ ചെയ്യുക. ചൂടാറി വരുമ്പോഴേക്കും ഇത് നല്ലോണം ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ കേക്ക് ഫുള്ള് ബേക്കായി ഞാൻ ഡീമോൾഡ് എടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു സൂപ്പർ സോഫ്റ്റാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ആണ് ഞാനിവിടെ അടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഭാഗം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല, കാരണം ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം കുറച്ച് സ്പീഡായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹോം മെയ്ഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന സോസ് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ 1/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കേക്കിലുള്ള ഷുഗർ സിറപ്പ്. അപ്പോൾ ഞാൻ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് ഞാൻ ഈ കേക്ക് 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ താഴത്തെ ലെയർ വെച്ചതിന് ശേഷം ഒരു കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ ബട്ടർസ്കോച്ചിൻ്റെ തന്നെ നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വീട്ടിൽ തന്നെ ആയിട്ടാണ് ചെയ്യുന്നത്, സെയിൽ ചെയ്യാനല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പുറത്തൊക്കെ വല്ല ഡിസൈനൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് മാത്രമേ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളൂ. നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും 1.5 കപ്പ് വിപ്പിംഗ് ക്രീമിൽ കൂടുതൽ വേണ്ടി വരും. കാരണം നമ്മൾ മേലേക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഞാൻ ബട്ടർസ്കോച്ചിൻ്റെ സോസിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ബട്ടർസ്കോച്ചിൻ്റെ തന്നെ പ്രലൈൻ ഞാൻ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്, കാരണം ഞാൻ ജസ്റ്റ് പുറത്ത് കുറച്ച് മാത്രമേ ഞാൻ സൈഡിൽ ഫുള്ള് ഇടുന്നുള്ളൂ. ഞാൻ മേലെ ഒന്നും ഇത് ഇടുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് നല്ലോണം ഫില്ല് ചെയ്യുന്നുണ്ട് ബട്ടർസ്കോച്ചിൻ്റെ പ്രലൈൻ. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കേക്ക് 3/4 ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത്ര ഒരു ഫിനിഷിങ് വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഞാനിത് ഫുള്ള് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടേതായ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കേക്കിന് ഡിസൈൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഡ്രിപ്പ് ചെയ്യാനോ അതിൽ നമ്മൾ ബട്ടർസ്കോച്ചിൻ്റെ ആ ഒരു ഒറിജിനൽ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീം അനുസരിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കേക്കിനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മൾ തീം അനുസരിച്ചാണ് നമ്മൾ പൊതുവേ പുറത്തൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ചെയ്യാറ്. അല്ലാണ്ട് ക്രീം അനുസരിച്ചിട്ടാണെങ്കിലും നമ്മൾ ഫോണ്ടൻ്റാണ് കൂടുതൽ യൂസ് ചെയ്യുക. പലരുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ അങ്ങനെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമനുസരണം നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും വരും. അപ്പോൾ ഞാൻ ഇവിടെ കേക്ക് ഫുള്ളി ചെയ്ത് കഴിഞ്ഞു. സൈഡിലൊക്കെ ബട്ടർസ്കോച്ചിൻ്റെ പ്രലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. ആ ഒരു പ്രലൈൻ, പിന്നെ നമ്മൾ ഇടയ്ക്ക് നല്ല എക്സ്ട്രീം ആയിട്ടുള്ള പ്രലൈനാണല്ലോ ഇട്ടത്. അതുപോലെ തന്നെ ബട്ടർസ്കോച്ചിൻ്റെ സോസ്. അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തതായിട്ടൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് എൻജോയ്.